നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു. അവർ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ ചതിക്കും. സത്യം സംസാരിക്കുകയുമില്ല. വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു. അത് വഞ്ചന സംസാരിക്കുന്നു. വായുകൊണ്ട് ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു. ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കരച്ചിലും വിലാപവും, മരുഭൂമിയിലെ മേച്ചിൽ പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും. ആരും വഴിപോകാതെ വണ്ണം അവ വെന്തുപോയിരിക്കുന്നു. കന്നുകാലികളുടെ ഒച്ച കേൾക്കുന്നില്ല. ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളുമെല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും ആക്കും. ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതെ വണ്ണം ശൂന്യമാക്കി കളയും. അത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവനാർ? അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ് ആരോട് അരുളി ചെയ്തു? ആരും വഴി പോകാതെ വണ്ണം ദേശം നശിച്ച് മരുഭൂമി പോലെ വെന്തു പോകുവാൻ സംഗതി എന്ത്? യഹോവ അരുളി ചെയ്യുന്നത്: ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ താൽപ്പര്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളും അവരുടെ പിന്നാലെ വാൾ അയക്കും. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാർത്തികളെ വിളിച്ചു വരുത്തുവീൻ. സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ച് വരുത്തുവീൻ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണം, നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു: നാം എത്ര ശൂന്യമായിരിക്കുന്നു! നാം അത്യന്തം നാണിച്ചിരിക്കുന്നു! നാം ദേശത്തെ വിട്ടുപോയല്ലോ! നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളി ഇട്ട് കളഞ്ഞിരിക്കുന്നു. എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ. നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താന്താൻ്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ. ഇസ്രായേലിൽ നിന്ന് വലിയ നിലവിളി ഉണ്ടാകുകയാണ്. കാരണം അവർ അധപ്പതിച്ചു.
യിരെമ്യാവ് ആ അധപ്പതനം കണ്ട്, വരാൻ പോകുന്ന അധപ്പതനം കണ്ട് പ്രാർത്ഥിക്കുകയാണ്. യിരെമ്യാവ് പറയുന്നത്, ജനത്തിൻ്റെ പുത്രിക്ക് വേണ്ടി കരയാൻ എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീർ ഉറവയും ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പാപം ദൈവത്തെ കോപിപ്പിച്ചിരിക്കുന്നു. അവർ ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥയെ ഉപേക്ഷിച്ച് വ്യഭിചാരം ഇഷ്ടപ്പെടുന്നു. നീതിയേക്കാൾ അനീതിയും വ്യാജവും ഇഷ്ടപ്പെടുന്നു. 8-ാം വാക്യത്തിൽ അവർ സ്വന്തം സഹോദരന്മാരായ യഹൂദരെ നുണ പറഞ്ഞ് ചതിക്കുകയും ഉപദ്രവിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്യുന്നു. 9-ഉം 10-ഉം വാക്യങ്ങൾ പറയുന്നത്, അതുമൂലം ദൈവം അവരുടെ സസ്യസമ്പത്തും മൃഗസമ്പത്തും പക്ഷിസമ്പത്തും വെന്തുപോകത്തക്കവണ്ണം ദൈവം തീ അയക്കും എന്നാണ്. 11-ഉം 12-ഉം വാക്യങ്ങൾ പറയുന്നത്, പട്ടണങ്ങൾ നിവാസികളില്ലാതെ ശൂന്യമാകും, അവ ഉറുനരികൾ പാർക്കുന്ന പാറക്കെട്ടുകളാകും എന്നാണ്. 13 മുതൽ 16 വരെ പറയുന്നത്, ദൈവം നൽകിയ ന്യായപ്രമാണം ഉപേക്ഷിച്ച് വിഗ്രഹസേവ ചെയ്തതിനാൽ ദൈവം അവരെ വിഗ്രഹങ്ങളുള്ള പ്രജാതി രാജ്യത്ത് അടിമകളാക്കും. 17 മുതൽ 22 വരെ പറയുന്നത്, രക്ഷയ്ക്കായി കരഞ്ഞു മുറയിടുവാൻ യഹൂദരോട്, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അവരുടെ യുവാക്കളെയും പൈതങ്ങളെയും ഛേദിച്ച് കളയുന്നവർ പടിവാതിക്കലെത്തിയിരിക്കും. 23, 24 വാക്യങ്ങൾ പറഞ്ഞത്, ജ്ഞാനിയും ബലവാനും ധനവാനും ജ്ഞാനത്തിലോ ബലത്തിലോ ധനത്തിലോ പ്രശംസിക്കാതെ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നാണ്. അവസാന വാക്യങ്ങൾ പറയുന്നത്, പുറമേയുള്ള പരിച്ഛേദന പ്രയോജനമില്ലാത്തതാണ്, ഹൃദയപരിച്ഛേദനയാണ് വേണ്ടത്. പാപങ്ങളെ ഓർത്ത് കരയുവാനും തകരുവാനും സാധിച്ചാൽ ആശയ്ക്ക് വഴിയുണ്ട് എന്നാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഹൃദയപരിച്ഛേദന എല്ലാ വിശ്വാസികൾക്കും വേണം. പ്രജാതികളിൽ നിന്ന് മുന്നോട്ട് വന്ന ആളുകളോട് നിങ്ങൾ പരിച്ഛേദന കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹൃദയത്തിന് പരിച്ഛേദന അത് മരണം വരെ ഉണ്ടായിരിക്കണം. അനുതാപമുള്ള ഹൃദയം, തകർച്ചയുള്ള ഹൃദയം, ശുദ്ധിയുള്ള ഹൃദയം. യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ബാലശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തകർന്ന ഹൃദയത്തോടെ, അനുതാപ ഹൃദയത്തോടെ ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.